ഇന്നത്തെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം അച്ഛനമ്മമാർ വഴിതെറ്റിച്ചു. നിങ്ങൾ ഈ നാമജപ സംസ്കാരം പഠിപ്പിച്ചില്ല. നാമജപ സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് സത്യത്തിലുണ്ടല്ലോ, നമ്മളെ ഹിന്ദുക്കളുടെ ഒരു ജീവിതമാകെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഒരു പക്ഷേ മനസ്സിലാക്കണ്ടോന്നറിയില്ല, നല്ലൊരു ശതമാനം കുട്ടികളുടെ വിവാഹം നടക്കണില്ല. കാരണം ഇന്ന് പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ആൺകുട്ടികൾക്ക് വളരെ അവർക്ക് പറയൂ കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ? ഉണ്ടോ? വിവാഹം പണ്ടത്തേതിനേക്കാളും കുറഞ്ഞു വരികയാണ്. ഇനി ഉള്ള വിവാഹം ഒരുമിച്ച് പോകുന്നതിൻ്റെ എണ്ണവും കുറവാണ്. വലിയ സംഘർഷങ്ങളാണ്. കാരണം എല്ലാം നോക്കൂ നിങ്ങൾ, ഒരു വശത്ത് പഠിച്ചതിൻ്റെ അഹങ്കാരം, സർവജ്ഞന്മാരെ പോലെ ജീവിക്കുകയാണ്. വേറെ വശത്ത് മൊബൈൽ പോലുള്ള സാധനങ്ങളിലുള്ള അഡിക്ഷൻ. ഇന്നത്തെ ആൺകുട്ടികൾക്ക് ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ഉത്തരവാദിത്വ ബോധം വളരെ അവർക്ക് പറയൂ. അപ്പം ഈ പെൺകുട്ടി എന്തിനുവിനെ ഏറ്റുകൊണ്ട് നടക്കണം? അതിനെ വലിച്ചെറിയും. കാരണം ഈ പെൺകുട്ടിക്ക് ഇന്ന് ജീവിക്കാനുള്ള വരുമാനമുണ്ട്. ഉണ്ടോ? ഈ അവസ്ഥയിലാണെന്ന് ഹിന്ദുക്കൾ. മൂന്നാമത്തൊരു വശം നോക്കൂ നിങ്ങൾ, കുടുംബജീവിതത്തിലുണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ, അത് വലിയ മാനസിക പ്രശ്നങ്ങളായി കൗൺസിലിങ്ങിന് പോകുന്നതും നമ്മുടെ ഹിന്ദു കുട്ടികളാണ്. മനസ്സിലായില്ലേ? ഒരുപാട് കൗൺസിലിംഗ് വേണ്ടി വരിക നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക്. അപ്പം വിദ്യാഭ്യാസമുണ്ട്, ജീവിതമില്ല. എന്തുണ്ട്? പറയൂ, ശരിയാണോ ഞാൻ പറഞ്ഞത്? ആണോ അല്ലയോ? ഇതെന്തേ ഈ ദുരിതം ഉണ്ടാക്കി വെക്കാൻ കാരണം? കാരണം ചെറുപ്പത്തിൽ തന്നെ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു നാമജപത്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. ക്ഷേത്രം എന്താണെന്ന് പോലും നമ്മൾ പഠിച്ചിട്ടില്ല. എന്താ ക്ഷേത്രം എന്നുള്ളതിന് അർത്ഥം? ക്ഷേത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? പറയൂ. ക്ഷേത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കഷ്ടം. നോക്കൂ നിങ്ങൾ, വെറുതെ പോത്തുപോലെ അമ്പലത്തിൽ പോയി പോവരുതേ. നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ. സത്യത്തിൽ വെറുതെ പോത്തിനെ പോലെ അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം? അത് മൃഗങ്ങളുടെ ജോലിയാണ്, അറിയാതെ പോകുന്നത്. അതിന് അറിവിൻ്റെ ആവശ്യമില്ല. ക്ഷേത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്ഷേത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അമ്മ പറയുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. ക്ഷേത്രം എഴുതി വെക്കൂ. ഇതൊക്കെ വല്ലവർക്കൊക്കെ പറഞ്ഞു കൊടുക്കൂ. മക്കൾക്ക് ആർക്കെങ്കിലും വിവരമുള്ളവരെ പോലെ ഇരിക്കരുത്. 2 അക്ഷരങ്ങളല്ലേ ഉള്ളൂ അതിൽ. ഏതൊക്കെ? ക്ഷാത്ര, ക്ഷേത്ര, ക്ഷേത്ര, 2 അക്ഷരം. അതിൽ ക്ഷ എന്നതിന് ക്ഷതം. എന്താണ്? ത്ര എന്നതിന് ത്രാണനം. എന്താണ്? ക്ഷതം, ത്രാണനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം. ഇത്രയുള്ള അർത്ഥം. ഏതിൽ നിന്ന്? അവർക്ക് പറയൂ. ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം. പഠിച്ചു വെക്കണം നമ്മൾ. ഇത് ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ പൂർവികർ പറഞ്ഞാണ്. കൃഷ്ണൻ തന്നെ ക്ഷേത്രത്തെ വിളിച്ചത് അമ്പലം എന്ന രൂപത്തിലല്ല. ഗീതയിൽ 13-ാം അധ്യായം എടുത്ത് നോക്കൂ നിങ്ങൾ. ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതത്യോ വ്യക്തിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ. 13-ാം അധ്യായം തുടങ്ങുന്നതേ അത് പറഞ്ഞിട്ടാണ്. ക്ഷേത്രം എന്നുള്ള വാക്കിനെ ഭഗവാൻ കൃഷ്ണൻ തന്നെ നിർവചിച്ചിട്ടുണ്ട്. എന്താ അവിടെ പറയുന്നത്? ഇതം ശരീരം ക്ഷേത്രം എന്നാണ്. ഇപ്പൊ ശരീരം എന്നുള്ള വാക്കിന് 2 അർത്ഥമുണ്ട്. സ്ഥൂല ശരീരമെന്നും സൂക്ഷ്മ ശരീരമെന്നും. അതായത് മനസ്സ്, ബോധമനസ്സ് സൂക്ഷ്മ ശരീരവും, അതിന് പ്രത്യേകിച്ച് രൂപങ്ങളില്ല. ബോധമനസ്സില്ലാതെ നമുക്ക് ജീവിതവുമില്ല. ശരീരം സ്ഥൂല ശരീരവും. ഇപ്പം സ്ഥൂലമായ ശരീരവും സൂക്ഷ്മമായ ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ബോധമനസ്സ്. ഇതിന് രണ്ടിനും സംഭവിക്കുന്ന ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ സഹായിക്കുന്ന കേന്ദ്രത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? അവർക്ക് പറയൂ.
ക്ഷേത്രം. അപ്പൊ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? അതും തന്നെ അർത്ഥമായില്ലേ നിങ്ങൾക്ക്? എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യാനാണ്, പുറത്ത് കിടക്കാനല്ല, അല്ല ദൈവത്തിനെ തൊഴാനല്ല അമ്പലത്തിൽ പോകുന്നത്. ത്രാണനം ചെയ്യണം. അപ്പം അതിനെന്ത് വേണം? ഈ ശരീരത്തിന് നമ്മൾ മനസ്സിലാക്കണം, പ്രാണചലനം വേണം. എന്ത് വേണം? പ്രാണചലനം കുറഞ്ഞാൽ ഇതിന് രോഗം വരും. ഈ ശരീരത്തിൻ്റെ പ്രാണചലനം കൂട്ടാനാണ് പ്രദക്ഷിണം വെച്ചിട്ടുള്ളത് അമ്പലത്തിൽ. അപ്പം അമ്പലത്തിൽ പോയി ആദ്യം ചെയ്യേണ്ടത് കുറേ പ്രദക്ഷിണം ചെയ്യാൻ പഠിക്കണം. അല്ലാതെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴുതു പോലല്ല, വഴിതെറ്റിക്കുകയാണ് നിങ്ങൾ കുട്ടികളെ. അപ്പം ശരീരത്തിന് വേണം പ്രാണചലനം. പ്രാണൻ ചലിക്കുമ്പോൾ എന്തായി? ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ടോക്സിൻ്റായ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കുക, പല വിഷാംശങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. നമ്മളിന്ന് നമുക്കറിയാം, കഴിക്കുന്ന ആഹാരത്തിലൊക്കെ രാസവളം നല്ലവണ്ണം ഇട്ടിട്ടാണ് വരുന്നത്. ആണോ? ഇല്ല? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? വെറുതെ എന്താണ് ഇന്ന് ഇത്ര മാത്രം യൂറിയ എന്താണ് ആളുകൾക്കൊക്കെ കിഡ്നി പ്രോബ്ലം വരുന്നത്? കാരണം യൂറിയ കണ്ടമാനം ഇട്ടിരിക്കുന്ന സാധനം അടിച്ച് കയറ്റിയിരിക്കുന്നത്. അപ്പം അത് കിഡ്നിയെ സാരമായിട്ട് ബാധിക്കുന്നത്. അപ്പം ഇതൊക്കെ എന്താ കളയാൻ എന്താ വഴി? ഇത് കളയാൻ ശരീരത്തിൽ പ്രാണചലനം അവർക്ക് പറയൂ കൂട്ടണം. അപ്പം പ്രാണചലനം കൂട്ടാനാണ് അമ്പലത്തിൽ പോയി എന്ത് ചെയ്യണം? പ്രദക്ഷിണം. അപ്പം പ്രദക്ഷിണം വെക്കുമ്പോഴെന്തായി? നടക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ സർക്കുലേഷൻ കൂടുമ്പോൾ, അമ്പലത്തിലാണെങ്കിൽ ആൽവൃക്ഷാദികളൊക്കെ ഉള്ളതുകൊണ്ട് ആലായാൽ തറ വേണം, അടുത്തൊരു അമ്പലമൊക്കെ വേണം. അപ്പോൾ അവിടെ നല്ലവണ്ണം ഓക്സിജൻ്റെ അളവ് വളരെ കൂടുമ്പോൾ ഈ ശരീരത്തിനുണ്ടാകുന്ന ക്ഷതം, രോഗത്തെ ത്രാണനം ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഒരു 10 11 പ്രാവശ്യം എന്ത് ചെയ്യണം? അവർക്ക് പറയൂ. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ക്ഷേത്രത്തിൽ പോകുന്നത് ക്ഷതത്തിൽ നിന്നും അവർക്ക് പറയൂ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ പലരും അമ്പലത്തിൽ വരുമ്പോഴല്ല ആദ്യം അകത്ത് കയറി തൊഴിലാണ്. ആര് പറഞ്ഞു തന്നു നിങ്ങൾക്കത്? ആരാണ് നിങ്ങൾ ഈ വഴി തെറ്റിച്ചത്? ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. ഋഷി പറഞ്ഞതല്ല നിങ്ങൾ ചെയ്യുന്നത്, മഹാന്മാർ പറഞ്ഞതല്ല നിങ്ങൾ അനുഷ്ഠിക്കുന്നത്. നിങ്ങൾ തോന്നിയത് ചെയ്യുകയാണ്. തോന്നിയത് ചെയ്യുന്നത് ദൈവീകമല്ല, നിങ്ങൾ വിരുദ്ധമാണ് ചെയ്യുന്നത്. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആദ്യം പറയൂ പ്രദക്ഷിണം വെക്കണം. ഇനി എന്ത് വേണം? അകത്ത് ചെന്നാൽ ചെയ്യേണ്ടത് മനസ്സിൻ്റെ ക്ഷതത്തെ ത്രാണനം ചെയ്യണം. മനസ്സിൻ്റെ ക്ഷതമാണ് ദുഃഖ ദുരിത ചിന്തകൾ. അതെങ്ങനെയാ ത്രാണനം ചെയ്യുക? നേരത്തെ ഞാൻ പറഞ്ഞതൊന്ന് കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റിയാൽ സാധിക്കും. മനസ്സിൻ്റെ വിഷമങ്ങളും വേദനകളും എങ്ങനെയാ ത്രാണനം ചെയ്യുക? അതിനാണെന്ത്? നാമജപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദുരിത ദുഃഖങ്ങളുടെ ക്ഷതത്തിൽ നിന്നും ഉറക്കെ പറയൂ. അപ്പം അമ്പലത്തിലെത്തിക്കഴിഞ്ഞാൽ പ്രദക്ഷിണവും നാമജപവും എന്താണ്? ഉറക്കെ പറയൂ. പ്രദക്ഷിണവും അങ്ങനെയൊന്ന് കൊണ്ടു നടന്നു നോക്കൂ നിങ്ങൾ. അങ്ങനെ കൊണ്ടു നടന്നാൽ നിങ്ങൾക്ക് കാണാം ശരീരത്തിൻ്റെ രോഗങ്ങൾ കുറേ, BP ഒക്കെ കുറഞ്ഞു. കാരണം നിങ്ങളെ ചലന ശക്തി കൂടി, ബ്ലഡ് സർക്കുലേഷൻ കൂടി, ഓക്സിജൻ ലെവൽ കൂടി. അപ്പം നിങ്ങളുടെ ശരീരത്തിനുള്ള രോഗങ്ങളും കുറഞ്ഞു. ഇതുപോലെ ജപിച്ച് 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 അതിൽ ശ്രദ്ധ വരുമ്പോൾ നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളുടെ തീവ്രത ഇതൊരു സയൻസാണ് അമ്പലം. ഇതൊരു മനഃശാസ്ത്രപരമായും സയൻറ്റിഫിക്കലിയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ക്ഷേത്രം. അതിനു പകരം തൊഴുതു പ്രാർത്ഥിച്ച് പോയാൽ എന്താ നിങ്ങൾക്ക് കിട്ടുക? എനിക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം പൊട്ടത്തരങ്ങളൊന്നും കാണിക്കരുത്, നിങ്ങൾ വഴിതെറ്റിക്കരുത്. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? ഉറക്കെ പറയൂ. വൈകുന്നേരം രാവിലെയൊക്കെ ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യണം? വിഷ്ണു സഹസ്രനാമ സംസ്കാരങ്ങളൊക്കെ കൊണ്ടുവരണം. ഇനി ഒന്നുമില്ല, ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് 108 തവണ അങ്ങോട്ട് നാമം ജപിച്ചിട്ടേ അമ്പലത്തിൽ നിന്നും പോരാവും.
ഒരു 108 തവണ നാമം ജപിക്കുക, അത് ശീലിച്ചെടുക്കുക. തിരുമേനി അതല്ലേ ചെയ്യുക അമ്പലത്തിൽ? ഒരു പുഷ്പാഞ്ജലിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 108 തവണ അതിനാണല്ലോ അഷ്ടോത്തരം എന്ന് പറയുക, അഷ്ടോത്തര അർച്ചന ചെയ്യുക. ഇത് തിരുമേനി ചെയ്യുന്നു. നിങ്ങളും എന്തു ചെയ്യണം? നിങ്ങൾ ജപിക്കുന്ന ഒരു മന്ത്രത്തെ, ഒരു മന്ത്രം എപ്പോഴും കയ്യിലുണ്ടാവണം. മരിക്കുന്നത് വരെ കൊണ്ടു നടക്കാനൊരു എന്ത് വേണം? മന്ത്രദീക്ഷ എന്ന് പറയും. അവനവനൊരു മന്ത്രദീക്ഷ എടുക്കണം. അത് തന്നെ മരിക്കുന്നത് വരെ അങ്ങോട്ട് ചൊല്ലുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ആസീന സംവിശൻ തിഷ്ടൻ ബുദ്ധ്യാനപരിടൻ മഹിം ചിന്തയാനോ ഹൃഷീകേശം എന്ന് പറഞ്ഞ പോലെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ഈ മന്ത്രം കുറച്ചു നേരം ജപിക്കുക. അങ്ങനെ ജപിക്കുന്നവരെത്ര പേരുണ്ട് ഇവിടെ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നന്നായി, വളരെ നന്നായി. കുറച്ച് പേരൊക്കെ ഉണ്ട്. ജപം അതൊരു ശീലമാക്കുക. അപ്പം ഇങ്ങനെ വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ സർവാൻ രോഹാൻ വ്യബോഹ്യതി. എത്ര പേർക്ക് വിഷ്ണു സഹസ്രനാമം അറിയുന്നവരുണ്ട്? നന്നായി പഠിക്കണം. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. ഇതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. നമ്മളെല്ലാവരും അതിലേക്ക് വരണം. വിഷ്ണു സഹസ്രനാമവും പറയൂ, ലളിതാ സഹസ്രനാമം ഒരു ദിവസം പോലും ചൊല്ലാത്തതായിട്ടുണ്ടാവരുത്. കുളിച്ചാലും കുഴപ്പമില്ല, കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ധാരണ നമുക്കുണ്ട്. കുളിക്കാതെ ചൊല്ലാൻ പറ്റും, ഒരു കുഴപ്പമില്ല. സ്മരേത് പുണ്ടരീകാക്ഷം അപവിത്ര പവിത്രോ വാ സർവാംഗാവസ്ഥതോ വിവായ സ്മരേത് പുണ്ടരീകാക്ഷം എന്ന് ഋഷി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുളിച്ചാലും കുഴപ്പമില്ല, കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് ചൊല്ലണം? നാമം ചൊല്ലണം. അതൊരു കൃത്യതയോടെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. ഏതായാലും ഇപ്രകാരം പറഞ്ഞു കൊടുത്തു. വിഷ്ണു സഹസ്രനാമം ശരശയ്യയിൽ കടന്ന് വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുത്തു ഭീഷ്മാചാര്യർ. അതിലേക്ക് നീ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് തന്നെ നിരന്തരം ചൊല്ലിയാൽ നിന്റെ ദുരിത ദുഃഖങ്ങൾ മാറും. ഇതാണ് നിനക്ക് പൂർവികരോടും ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു അവർക്ക് കൊടുക്കാവുന്ന അനുഗ്രഹം. അല്ലാതെ നീ കുറ്റബോധത്താലിരുന്ന് നരകിക്കലല്ല, അത് അവർക്ക് പോലും ഗതി കിട്ടാത്ത അവസ്ഥയാണ്. ഒരു വശത്ത് തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ആത്മാക്കളെ കൂടി നീ വേദനിപ്പിക്കരുത്. അതുകൊണ്ട് അവർക്ക് പോലും ഒരു ഗതി കിട്ടാൻ, വരുന്ന തലമുറയ്ക്കും ഒരു ഗതി ഉണ്ടാവാൻ നീ എന്ത് ചെയ്യണം? വിഷ്ണു സഹസ്രനാമേന, ഈ വിഷ്ണു സഹസ്രനാമം കൊണ്ട് നിനക്ക് സാധിക്കും. അങ്ങനെ അവിടെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഭീഷ്മര് കൃഷ്ണനോട് പറഞ്ഞു, ഇനി എന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കുക. ഇനി എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്കെൻ്റെ ശരീരം ഉപേക്ഷിക്കാറായി, സമയമായി. അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ എനിക്ക് ഈ ശരീരം ഉപേക്ഷിക്കണം. അങ്ങനെ അവിടെ വെച്ച് കൃഷ്ണനെ സ്തുതിക്കുന്നൊരു സ്തുതിയുണ്ട്. ആ സ്തുതിയുടെ പേരാണ് ഭീഷ്മസ്തുതി. ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ 32 തുടങ്ങിയ ശ്ലോകങ്ങളാണ് ഭീഷ്മസ്തുതി. അല്പം ഒന്ന് നോക്കാം നമുക്ക്. ഭീഷ്മസ്തുതി 9-ാം അധ്യായം 32-ാം ശ്ലോകം. ഇതി മതിരുകൽപിതാപിതൃഷ്ണാം ഭഗവതി സത്വത പുങ്കവേ വിഭുംനീ സ്വസുഖമുപഗതേ കുജിൽ വിഗത്വം പ്രഗതിമുപേയുഷി ഭവപ്രവാഹം ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരം പരം ദദാനേ വപുരളകുലാവൃതനാബ്ജം വിജയസഖേ രതിരസ്തുമേ നമത്യാം യുതിതുരകരജോ വിധൂമ്രവിഷ്വൽ കജലുളിതശ്രമവാരിലങ്കൃതസ്യേ മമ നിശിതശരേ വിവിദ്യമാന തുജിവിലജൽ കവചേസ്തു കൃഷ്ണ ആത്മാം സപതി സഖിവജോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സിതവതി പരസൈനികായുരക്ഷ്ണാം രഥവതി പാർത്ഥസഖേരതിർമമസ്തു വ്യവഹിതപ്രതനാമുഖം നിരീക്ഷ്യാം സ്വജനപദാൽ വിമുഖസ്യ ദോഷബുദ്ധ്യാം കുമതിമഹര ആത്മവിദ്യയായ ശരണരതി പരമസ്യ തസ്യ മേസ്തു സ്വനികമമഹായ മത്പ്രതിജ്ഞാം
ഋതമതികർത്തുമവപ്രദോരഥസ്ഥാം ധൃതരഥ ചരണാപ്യാചലൽക്കുർ ഹരിരിവഹന്തുമിമം ഗതുത്തരീയ ശിതവിശകശതോ വിശീർണദംശ ക്ഷജതപരിപ്ലുതാദായിനോ മേ പ്രസവമഭിസാരമദ്വദാത്തം സഭവതു മേ ഭഗവാൻ കതിർമുകുന്ദാം വിജയരഥ കുടുംബ ആത്രതോത്രാം ധൃതഹയരശ്മിനി തശ്രണേ ക്ഷണീയേ ഭഗവതിരതിരസ്ത്വമേ മുമുക്ഷോ യമിഹ നിരീക്ഷകഥാ അതാ കഥാസ്വരൂപം തുടങ്ങി വരികൾ മനോഹരാണ്. ഈ വരികൾ കൃഷ്ണനെ പല കാര്യങ്ങളും സന്ദർഭങ്ങളും വെച്ച് ഓർക്കുകയാണ്. ഞാനത് വിസ്തരിക്കാൻ പോകുന്നില്ല, കാരണം നമ്മുടെ സമയം അത്ര കഴിഞ്ഞതുകൊണ്ട്. ഒരൊറ്റ രംഗം പറയുകയാണ് ഇവിടെ, പറഞ്ഞു കൊടുക്കുന്നു. പറയുകയാണ്, യുദ്ധക്കളത്തിൽ എൻ്റെ പ്രതിജ്ഞ സത്യമാക്കുന്നതിന് വേണ്ടി. ആരുടെ പ്രതിജ്ഞ? അങ്ങ് ആയുധമെടുത്തില്ലേ കൃഷ്ണ എന്നാണ്. ഭീഷ്മ പ്രതിജ്ഞ സത്യമാക്കുന്നതിന് വേണ്ടി ആരായുധെടുത്തു? അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ജ്യേഷ്ഠൻ ബലരാമൻ്റെ മുന്നിൽ സത്യം ചെയ്തിരുന്നു, ഞാൻ യുദ്ധത്തിലൊരിക്കലും ആയുധമെടുക്കില്ല എന്ന്. പക്ഷെ ഭീഷ്മ പ്രതിജ്ഞയ്ക്ക് മുമ്പിൽ ജ്യേഷ്ഠൻ്റെ മുന്നിൽ ചെയ്ത പ്രതിജ്ഞ ആര് മാറ്റി? കൃഷ്ണൻ മാറ്റി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ശ്രദ്ധിക്കുക നിങ്ങൾ, ഒരു ഭക്തൻ അത്രയും ഭഗവാനെ ആരാധിച്ചാൽ ആ ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്നർത്ഥം. ഭക്തിക്ക് ശക്തിയുണ്ട്, ഭക്തിക്ക് അനുഗ്രഹമുണ്ട്, ഭക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴിയുണ്ട്. ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ ഭക്തി നമ്മൾ പറയുന്നത് എന്താ അർത്ഥം? നമ്മളൊക്കെ അമ്പലത്തിൽ പോവാറുണ്ട്, പക്ഷെ എന്താ ഭക്തി? എന്താണ് ഭക്തി എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് മനസ്സിലാക്കാതെ നമുക്ക് എങ്ങനെയാ ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാം. ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അറിയില്ല. അമ്പലത്തിൽ പോകുന്നത് ഭക്തിയാണോ? പറയൂ, നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് ഭക്തിയാണോ? ആണോ? അല്ല, അമ്പലത്തിൽ പോയതുകൊണ്ട് ഭക്തി ഉണ്ടാവാൻ പോകില്ല, അങ്ങനെ ധരിക്കുകയും ചെയ്യരുത്. പിന്നെ ഭക്തി എന്താണ്? ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞില്ലേ, ഓരോ അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട്. ഭ എന്നതിന് പരമാത്മാവ് എന്നാണ് അർത്ഥം. ആരാണ്? പരമാത്മാവ്. അപ്പം പരമാത്മാവിലുള്ള ശക്തി, ആസക്തിയാണ് ഭക്തി. ആരിലുള്ള? പരമാത്മാവിലുള്ള ആസക്തിയാണ്. ഇത് എൻ്റെ ഭാഷയല്ല, ഗീതയിൽ കൃഷ്ണൻ പറയും, മയ്യാസക്ത മനപ്പാർത്ത എന്നാണ്. മയ്യ് ആസക്തനാവ്, പരമാത്മാവിൽ ആസക്തനാവ്. അപ്പം അതിനെങ്ങനെയാണ് പരമാത്മാവിൽ ആസക്തരാവുക? അതല്ലേ അടുത്ത ചോദ്യം. അതിനുള്ള മാർഗമാണ് നാമത്തിലുള്ള ആസക്തി. കാരണം നാമത്തിൽ ആസക്തി ഉണ്ടെങ്കിൽ ആരിലേക്ക് എത്തിക്കോളും? ആരിലേക്ക് എത്തിക്കോളും? പരമാത്മാവിലേക്ക് എത്തിക്കോളും. അപ്പം പരമാത്മാവിലേക്ക് എത്താനുള്ള ഒരു കോണിപ്പടിയാണ്, ഏണിപ്പടിയാണ്, ഒരു പിടിവള്ളിയാണ് ഏത്? അവർക്ക് പറയൂ, നാമജപം. അപ്പം നാമത്തിൽ ആസക്തിയുള്ള മനസ്സിനെയാണ് ഭക്തിയുള്ള മനസ്സ് എന്ന് പറയുന്നത്. അപ്പം നാമത്തിൽ ആസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നമ്മൾ പറയാതെ അങ്ങനെ എന്ത് ചെയ്യിപ്പിക്കണം? നമ്മൾ നിർദ്ദേശിക്കാതെ മനസ്സ് സ്വയം എന്ത് ചൊല്ലണം? നാമം ചൊല്ലുന്നൊരു ഘട്ടം വന്നാൽ അപ്പം ഭക്തി വന്നു എന്നർത്ഥം. ഇപ്പം നമ്മൾ പ്രേരിപ്പിക്കുകയാണ് മനസ്സിനെ നാമം ചൊല്ലാൻ.
മനസ്സിനെ പ്രേരിപ്പിച്ച് നാമം ചൊല്ലുന്നത് ഭക്തിയല്ല. കാരണം അവിടെ ശക്തി വന്നിട്ടില്ല. അവിടെ നമ്മൾ പ്രേരിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സ് സ്വയം നാമം ചൊല്ലുന്ന ഒരു അവസ്ഥ വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം, ആരായി? ഭക്തരായി. അപ്പം അതിന് കുറച്ചൊരു പണിയെടുക്കാനുണ്ട്. മനസ്സിനെ ആദ്യം പ്രേരിപ്പിക്കണം, മനസ്സിനെ നാമത്തിൽ അർപ്പിക്കണം, അവസാനം മനസ്സ് സ്വയം അതങ്ങോട്ട് ചൊല്ലി ചൊല്ലി നടക്കും. അങ്ങനൊരു ഘട്ടം വന്നാൽ നമ്മൾ ആരായി? ഭക്തരായി. ഇത് ഭഗവാൻ തന്നെ പറയും. എങ്ങനെയാണ് ഒരു ഭക്തനാവുക, എങ്ങനെയാണ് നമ്മൾ ഭക്തരായി തീരേണ്ടത്? ഭാഗവതത്തിൽ പറയും, ഭഗവത്ഗീതയിൽ 11-ാം അധ്യായത്തിൽ 54-ാം ശ്ലോകത്തിൽ പറയും. 11-ാം അധ്യായത്തിൽ 54, ഭക്ത്യാത്തു അനന്യാശക്യ അഹം ഏവം വിദുർജുന. എങ്ങനെയാണ് ഭക്തി കിട്ടുക? ജ്ഞാതും ദൃഷ്ടും പ്രവേഷ്ടും. എങ്ങനെയാണ്? ആദ്യം നമ്മൾ നാമത്തെ അറിഞ്ഞ് ജപിക്കുക, ജ്ഞാതും അറിഞ്ഞ് ജപിക്കണം. പിന്നെ നിങ്ങൾ ദൃഷ്ടും, ഉള്ളിൽ അങ്ങനെ കണ്ടുകൊണ്ട് നാമത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുക, കുറേ ലയിപ്പിക്കുക, ഉറപ്പിക്കുക. അവസാനം പ്രവേഷ്ടും, മനസ്സ് സ്വയം നാമത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കും. ഒരിക്കൽ മനസ്സ് നാമത്തിൽ പ്രവേശിച്ചാൽ പിന്നെ മനസ്സ് തന്നെ എന്തുകൊണ്ട് നടന്നോളൂ? നാമം കൊണ്ട് നടക്കും. അപ്പോഴാണ് നമ്മൾ ആരായി മാറുന്നത്? ഭക്തരായി മാറുന്നത്. ഇപ്പം നമ്മൾ ഭക്തരാണോ? പറയൂ. എന്നിട്ട് നമ്മൾ കരുതാണ് നമ്മൾ ഭക്തരാണോ എന്ന്. അപ്പം ഭക്തരായ ഒരാളെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. അപ്പം ഭക്തി ഉണ്ടാവൽ എളുപ്പമല്ല. ഭക്തിക്ക് നല്ല പണിയെടുക്കാനുണ്ട്, ഭക്തിക്ക് മെനക്കെടാനുണ്ട്. നിങ്ങളെന്താ വിചാരിച്ച അമ്പലത്തിൽ പോയാൽ തൊഴുതാ കിട്ടുന്നുള്ളതാണോ? എത്ര എളുപ്പം! ഇത് തൊഴുതിട്ട് കിട്ടുന്നൊരു സാധനമല്ല ഇത്. ക്ഷേത്രങ്ങളിലൊക്കെ പോയി നിരന്തരം പരിശീലിച്ച് നമുക്കെടുക്കേണ്ടതുണ്ട്. ഏതായാലും ഭീഷ്മ പിതാമഹൻ പറയണോ, ഭഗവാനെ എന്നോട് എത്രമാത്രം കാരുണ്യമാണ് കാണിച്ചത് എന്ന്. അങ്ങനെ അങ്ങ് ഉത്തരീയമൊക്കെ കളഞ്ഞ് ഒരു രഥചക്രമെടുത്ത് എൻ്റെ അടുത്തേക്ക് വന്ന ആ രംഗങ്ങളൊന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. തളർന്നുപോയ അർജുനനെ അങ്ങ് ഉണർത്തി ഉയർത്തി. കൃഷ്ണ, അതൊക്കെ മറക്കാൻ പറ്റൂ? കൃഷ്ണൻ്റെ ഓരോ കാര്യങ്ങളും ഓർത്ത് പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം ചെയ്തു. കാരണം അങ്ങയുടെ ഒരു അനുഗ്രഹം, അങ്ങയുടെ ഒരു ഗുരുത്വം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നാമസങ്കീർത്തനത്തിലൂടെ എൻ്റെ ദുരിത ദുഃഖങ്ങളെ മുഴുവൻ മറക്കാൻ എനിക്ക് സാധിച്ചു കൃഷ്ണ. ഞാൻ അത്രമാത്രം അങ്ങയോട് നന്ദിയുള്ള ഒരാളാണ്, കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭീഷ്മര് കൃഷ്ണൻ്റെ മുന്നിൽ ഇതെല്ലാം പറഞ്ഞപ്പോൾ അവൻ തല പോലും ഉയർത്താൻ പറ്റാതെ തൻ്റെ മനസ്സിനെ നാമത്തിലേക്ക് അർപ്പിച്ചും പരമാത്മാവിൽ ഉറപ്പിച്ചും തൻ്റെ ആ പരമാത്മ അനുഭൂതിയിൽ ലയിപ്പിച്ചും സ്വശരീരം ഉപേക്ഷിച്ചു. സ്വച്ഛന്ത മൃത്യു. പിന്നീട് കൃഷ്ണനും പാണ്ഡവരും ചേർന്ന് ആ ഭീഷ്മ പിതാമഹൻ്റെ ശരീരം കത്തിച്ച് ശിതയിൽ വെച്ച് കത്തിക്കുകയാണ്. കൃഷ്ണൻ പോലും അതിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആരെങ്കിലും ഓർത്തിരുന്നോ ഭഗവാൻ? നിങ്ങൾ സപ്താഹമൊക്കെ കേട്ടവരല്ലേ? ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടാവോ? ഒന്നും കേട്ടിട്ടില്ല നിങ്ങൾ എന്ത് സപ്താഹ കേട്ടതെന്ന് എനിക്കറിയാത്തത്. ഇപ്പോൾ ഭാഗവതം കേട്ടിട്ടില്ല? ഇതിനു മുമ്പൊന്നും കേട്ടിട്ടില്ല? എല്ലാം ഇതിലെ കേട്ടതിലെ പോയി. ഇവിടെ ക്ലാസ്സുകളൊന്നുമില്ല, ഭാഗവതം ക്ലാസ്സുകളൊന്നുമില്ല. ഇല്ല, ആരും പറഞ്ഞു തരാനില്ല. കൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആരെങ്കിലും ഓർത്തിരുന്നുവോ? കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ കേട്ടില്ല. സ്വധാമത്തിലേക്ക് പോയി. അല്ല, ആരെങ്കിലും ഓർത്തിരുന്നോ എന്നാ ചോദ്യം.
ആരെങ്കിലും സ്മരിച്ചിരുന്നോ കൃഷ്ണൻ? കൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാൻ പിതാമഹം വീക്ഷ്യ, ഭഗവാൻ ആരെ ഓർത്തു? പിതാമഹനെ, ഭീഷ്മാചാര്യരെ ഓർത്തു എന്നാണ്. എന്താ ഭീഷ്മാചാര്യരെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ ഭീഷ്മ പിതാമഹൻ ചൊല്ലിയ വിഷ്ണു സഹസ്രനാമം മുഴുവൻ സാക്ഷാൽ കൃഷ്ണൻ വരെ സ്മരിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പം നമ്മളിതൊക്കെ പഠിക്കാതെ പോയാലുണ്ടല്ലോ ഒരു കൃഷ്ണനും നിങ്ങളെ രക്ഷപ്പെടുത്തില്ല. അങ്ങനെ കരുതുക വേണ്ട. നിങ്ങളെന്താ വിചാരിച്ച അമ്പലത്തിൽ പോയാൽ കിട്ടുന്നൊരു സാധനമാണെന്നാണ് ഭക്തി? അങ്ങനെയൊക്കെയുള്ള ധാരണയെ മാറ്റണം. അപ്പം അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം കൃഷ്ണനും ചൊല്ലിയിട്ടുണ്ട്. പിതാമഹാം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭൂ സംയോജ്യാത്മനെ ആത്മാനം പത്മനേത്രേ നിമേൽ. ഇതാണ് കൃഷ്ണൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് വ്യാസഭഗവാൻ എഴുതി വെച്ചത്. നിൽക്കട്ടെ. ഇപ്പം ഏതായാലും ഭഗവാൻ അവിടെ നിന്ന് യുധിഷ്ഠിരനെ കൂട്ടിത്തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഭഗവാന് വളരെ സന്തോഷമായി. കാരണം യുധിഷ്ഠിരന് ഉത്തരം വ്യക്തമായി. തൻ്റെ ദുരിതത്തിൽ നിന്നും താൻ മാറിയിട്ടില്ലെങ്കിൽ തൻ്റെ പിതൃക്കൾക്കും ഗതി കിട്ടില്ല, തനിക്കും ഗതി കിട്ടില്ല, തൻ്റെ വരുന്ന തലമുറയ്ക്ക് ഒരു വഴി കാണാൻ പറ്റില്ല. അതുകൊണ്ട് തളർന്നിരിക്കുകയല്ല വേണ്ടത്, നാമജപത്തിലൂടെ എൻ്റെ മനസ്സിനെ ഞാൻ ഉയർത്തണം. അപ്പോഴാണ് പിതൃക്കൾക്കും ഗതി കിട്ടുന്നത്, അപ്പോഴാണ് എനിക്കും മനോബലമുണ്ടാവുന്നത്, എൻ്റെ വരുന്ന തലമുറയ്ക്കും ഒരു വഴി കാണിക്കാൻ എനിക്ക് സാധിക്കുന്നത്. ഇപ്രകാരം ഒരു വ്യക്തതയോടെ ആ ഭീഷ്മ പിതാമഹൻ്റെ അനുഗ്രഹത്തോടുകൂടി കൃഷ്ണനോടൊപ്പം യുധിഷ്ഠിരൻ തിരിച്ചു പോന്നു. അങ്ങനെ കൃഷ്ണനൊക്കെ തിരിച്ചു പോകുന്നതിന് ശേഷം കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകുന്നു. ഇനി നമ്മളെ വീണ്ടും കൊണ്ടുപോകുന്നത് ഒരിക്കൽ അർജുൻ ദ്വാരകയിലേക്ക് പോകുന്നതും അവിടേക്ക് എത്തിയപ്പോഴേക്കും കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ച് 36 വർഷം കഴിഞ്ഞു, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ്. ആ അർജുനൻ തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഉണ്ടായിരുന്ന ഗാണ്ഡീവവും നഷ്ടപ്പെടുകയാണ്. കൃഷ്ണനും പോയി, ഗാണ്ഡീവവും നഷ്ടപ്പെട്ട് സർവസ്വം നഷ്ടപ്പെട്ട അർജുനൻ തിരിച്ചു വരുമ്പോൾ യുധിഷ്ഠിരനോട് പറയുന്ന ചില വരികൾ അതിഗംഭീരമാണ്. അത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.